ഇറാനിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ ഇറാൻ അംഗീകരിച്ചു. ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഹോർമൂസ് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി അറിയിച്ചു. ഇറാനെ തുടച്ചു നീക്കുമെന്ന ട്രംപ് പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനുമായി അമേരിക്ക വെടിനിർത്തൽ കരാറിലെത്തിയത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു ആശ്വാസ സൈറനാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ മുഴങ്ങിയിരിക്കുന്നത്. രണ്ടാഴ്ചത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇറാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം 41 ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ലോകത്തിന് തന്നെ ആശ്വാസമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ട്രംപ് മുന്നോട്ട് വെച്ച് രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിച്ചതായും ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അത് തുറക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ തുറക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചത്തെ സമയമായിരുന്നു ട്രംപ് ഇറാന് മുന്നിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു സമ്മതത്തിന് അല്ലെങ്കിൽ വെടിനിർത്തലിന് സമ്മതം അറിയിച്ചിരിക്കുന്നത്. നാഗരികത ഇന്ന് രാത്രി ഇല്ലാതാകുമെന്ന് കടുത്ത ഭീഷണി ട്രംപ് ഇറാന്റെ നാഗരികത ഇന്ന് രാത്രി ഇല്ലാതാകുമെന്ന് കടുത്ത മുന്നറിയിപ്പ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇന്ന് പുലർച്ചെ 5:30 വരെയായിരുന്നു ഇന്നായിരുന്നു അവസാനമായിട്ടുള്ള സമയം ട്രംപ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നോടിയാണ് ഇപ്പോൾ ഇറാന് ഈ ഒരു വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നതായും ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാഴ്ചത്തെ ശത്രുത അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കാനും ഈ കരാറിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു ചർച്ചയടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഒരു ട്വീറ്റ് ചെയ്യുന്നത്. ആ ട്വീറ്റിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇറാനും അമേരിക്കയും ഉടനടി ഈ ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറണം, സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഷഹബാസ് ഷെരീഫ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 കരാർ, ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന് ട്രംപാണ് ആദ്യം വ്യക്തമാക്കിയത്. അതിനുശേഷം പിന്നീട് ഇറാൻ ഈ ആവശ്യം അംഗീകരിച്ചതായി അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ആവശ്യം അംഗീകരിച്ചതായി ഇറാന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം വരികയായിരുന്നു. ഇത്തരത്തിൽ 41 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വെടിനിർത്തൽ അംഗീകരിച്ചെങ്കിലും ഔദ്യോഗികമായി എപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു തീരുമാനമായിട്ടില്ല. ഷഹബാസ് ഷെരീഫ് പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്താൻ രണ്ടാഴ്ചത്തെ സമയം അത് ട്രംപ് നൽകിയിരുന്നു, ഉപയോഗിക്കുമെന്നും ഈ രണ്ടാഴ്ചത്തെ സമയം ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്താൻ ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഇറാനും അമേരിക്കയുമായി ചർച്ച നടത്തുമെന്നാണ്, നേരിട്ടുള്ള ഒരു ചർച്ച നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങി 4 ആഴ്ചയോളം പിന്നിടുമ്പോഴും നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇതുവരെയും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച നേരിട്ടൊരു ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികളടക്കം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. കൂടാതെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പിന്നാലെ തന്നെ ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലായതുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനാണെങ്കിലും അമേരിക്കയാണെങ്കിലും പാകിസ്ഥാനെ നന്ദി അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. പാകിസ്ഥാന് പ്രത്യേകം തങ്ങൾ നന്ദി അറിയിക്കുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട
കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇസ്രായേലിന് ഇപ്പോഴും ഒരു അതൃപ്തി തുടരുന്നുണ്ട്, ഈ വെടിനിർത്തലിൽ അതൃപ്തി തുടരുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്. ആ കാര്യങ്ങളടക്കം തന്നെ ഇനിയും പുറത്തു വരേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ലബനനിലേക്കുള്ള ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ കൂടി അതിനും ഒരു അവസാനം ഉണ്ടാകും. ഈ ഒരു വെടിനിർത്തൽ ആ ആക്രമണത്തിനും ഒരു അവസാനം ഉണ്ടാക്കുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ട്രംപ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയായി എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇറാനിൽ നടത്തിയ യുദ്ധം അതിൽ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയായി എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രസ്താവന ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഈ ഗൾഫ് മേഖലകളിലേക്കായിരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് അടക്കം ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വെടിനിർത്തൽ പുറത്തു വന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ, ആ 10 ആവശ്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നത്. ഈ 10 ആവശ്യങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ തന്നെയാണ്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അത് ഇറാന് തന്നെയാണെന്നും അമേരിക്കയുടെ സൈന്യത്തെ പിൻവലിക്കണം, ഈ ഹോർമോസിൽ നിന്നും പിൻവലിക്കണമെന്നുമാണ് ആ 10 ആവശ്യത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഹോർമോസ് വഴിയുള്ള കടത്തിൽ അല്ലെങ്കിൽ ഹോർമോസ് വഴിയുള്ള യാത്രയിൽ എല്ലാ നിയന്ത്രണവും ഇറാന് തന്നെയായിരിക്കുമെന്നാണ് ഈ 10 ആവശ്യത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യമടക്കം അല്ലെങ്കിൽ ഈ കരാറിലുള്ള പ്രധാനപ്പെട്ട കാര്യമടക്കം തന്നെ അമേരിക്ക അംഗീകരിച്ചു. ഈ അംഗീകരിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്. അതേസമയം തന്നെ ഈ 10 ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ 10 കരാറിൽ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആണവ സമ്പുഷ്ടീകരണം. ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല, അത് തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ട്രംപ് വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ആണവ ശേഖരം അത് പൂർണ്ണമായും ഇല്ലാതാക്കും, അതില്ലാതാക്കുന്നത് വരെ ഈ യുദ്ധം തുടരുമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കരാർ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച കരാറിൽ ഈ ആണവ സമ്പുഷ്ടീകരണം അത് ഇറാന് നിർത്തിവെക്കാൻ സാധിക്കില്ല, അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പൂർണ്ണമായും ഇറാനെ നശിപ്പിക്കും അല്ലെങ്കിൽ പൂർണ്ണമായും ഇറാനെ നശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇറാന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ഇപ്പോഴും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ. അതേസമയം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഗൾഫ് രാജ്യങ്ങളിലടക്കം ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കടത്തിൽ അത് തന്നെയാണ് ഒമാനും ഇറാനും അടക്കം കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ സമാധാനമാണ് അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാർ ആശ്വാസകരമാണെന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇതിൽ എന്തായാലും വെള്ളിയാഴ്ചയാണ് ഇനി ഒരു ചർച്ച നടത്തുന്നത്, നേരിട്ടുള്ള ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിലായിരിക്കും പൂർണ്ണമായും ഈ ഒരു വെടിനിർത്തൽ അംഗീകരിക്കുമോ എന്ന കാര്യത്തിലടക്കം തന്നെ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. ശരി, എന്തായാലും ഇറാനിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ ഇറാൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഹോർമുസ് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി അറിയിച്ചു. ഇറാനെ തുടച്ചു നീക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനുമായി അമേരിക്ക വെടിനിർത്തൽ കരാറിലെത്തിയത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.